മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മുംബൈ സിറ്റി FCയോടുള്ള പക ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ കൊച്ചിയിൽ തന്നെ വീട്ടിയിരിക്കുകയാണ്. അതിഗംഭീരമായ മത്സരം തന്നെ ഇന്ന് മുംബൈ സിറ്റി FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് മുംബൈയിൽ 2-1 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊച്ചിയിൽ അതിന് പകരം ബ്ലാസ്റ്റേഴ്സ് 2-0 തന്നെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചി ഹോം ഗ്രൗണ്ടിൽ ഗോൾ അടിക്കുമെന്നും സെലിബ്രേഷൻ നടത്തുമെന്നൊക്കെ പറഞ്ഞ ഡയാസിനെ ബ്ലാസ്റ്റേഴ്സിന്റെ 2 വിദേശ ഡിഫൻഡർമാർ ലോക്കിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നത്തെ മത്സരത്തിൽ ഡയാസിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ദിമിത്രിയോസ് ആയിരുന്നു. ദിമിത്രിയോസിന് അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നത് പെപ്രായിരുന്നു. എന്നാൽ രണ്ടാം ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് പെപ്രായിരുന്നു. പെപ്രക്കാണെങ്കിൽ അസിസ്റ്റ് നൽകിയത് ദിമിയും. അങ്ങനെ നല്ലൊരു മുന്നേറ്റ നിര കോംബോയും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ കാണാൻ സാധിച്ചു. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ താരങ്ങളും മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ചെറിയ രീതിയിലൊക്കെ നിരാശപ്പെടുത്തിയത് KP രാഹുലിന്റെ പ്രകടനമാണ്. വരും മത്സരങ്ങളിൽ താരം വീണ്ടും മെച്ചപ്പെട്ട പ്രകടനത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം ഗോൾ കീപ്പർ ഔട്ട് ഓഫ് പൊസിഷനിൽ നിൽക്കവേ ഒരു സുവർണ അവസരം KP രാഹുലിന് മുന്നിലുണ്ടായിരുന്നു. താരം ഷോട്ട് തിരുത്തപ്പോൾ അത് പുറത്തേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയ രീതിയിൽ നിരാശ നൽകുന്നത് മലയാളി താരമായ വിപിൻ മോഹനൻ പരിക്കുപറ്റി പുറത്തേക്ക് പോയി എന്നൊരു കാര്യമാണ്. താരത്തിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണോ എന്ന കാര്യം ഇതുവരെയും കൺഫർമേഷൻ ആയിട്ടില്ല. ഏതായാലും ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് തകർത്താടി തന്നെ കൊച്ചിയിൽ കളിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ള ക്രിസ്മസ് സമ്മാനം തന്നെ. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചാൻഡിങ് കൊണ്ട് തന്നെ മുംബൈ സിറ്റി FC താരങ്ങൾക്ക് വേണ്ടത്ര രീതിയിലൊന്നും ഇന്ന് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി. ഈ ഒരു സീസണിൽ ഹോം തോൽവി അറിയാതെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മുന്നേറുകയാണ്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.